വെൽക്കം ടു ദിസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഐൻസ്റ്റീൻ്റെ പൂച്ച എന്നതാണ്. ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇസ്രായേലിലെ ഒരു സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. കുറച്ച് സൂചനകൾ മാത്രം ഉപയോഗിച്ച് പൂച്ച ആരുടെ കൂടെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു ഗെയിം. ഇത് ഏത് പ്രായക്കാർക്കും നേരം പോക്കിന് വേണ്ടി ചെയ്യാവുന്നതാണ്. വളരെ രസകരമാണ്. ഇത് ഞാൻ മലയാളികൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇതിൽ 5 വ്യത്യസ്ത നിറങ്ങളുള്ള 5 വീടുകളാണ്. ഓരോ വീട്ടിനും ഓരോ നിറം. ഈ ഓരോ വീട്ടിലും വ്യത്യസ്ത പൗരത്വം ഉള്ളവരാണ് താമസിക്കുന്നത്. ഈ ഓരോ വീട്ടിൻ്റെയും ഉടമസ്ഥർ വ്യത്യസ്ത പാനീയം കുടിക്കുന്നു, വ്യത്യസ്ത തരം കമ്പനി സിഗരറ്റ് വലിക്കുന്നു, വ്യത്യസ്ത വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നു. എങ്കിൽ പൂച്ച ആരുടെ കൂടെയാണ് എന്നതാണ് ചോദ്യം. വീടുകളെല്ലാം ഒരേ നേർരേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൂചനകൾ ഒന്നിലധികം പ്രാവശ്യം ഉപയോഗിക്കേണ്ടതുകൊണ്ട് ഇപ്പോൾ വായിക്കുന്നില്ല. സൂചനകൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. നമുക്ക് കള്ളിയിലോട്ട് കിടക്കാം. 5 വീടുകളായതുകൊണ്ട് 5 കള്ളികളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തേത് നിറത്തിന്, രണ്ടാമത്തേത് പൗരത്വം, മൂന്നാമത്തേത് താഴോട്ട് പാനീയമാണ്, നാലാമത്തേത് സിഗരറ്റ് ആണ്, അഞ്ചാമത്തേത് വളർത്തുമൃഗം ആണ്. ഓക്കെ. ഇതിലെ സൂചനകളിൽ നിന്ന് 9ാമത്തെ സൂചന നോക്കുമ്പോൾ നോർവേക്കാരൻ ആദ്യത്തെ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലാവും. അതുകൊണ്ട് പൗരത്വത്തിലെ 1ാമത്തെ വീട്ടിലെ പൗരൻ നോർവേക്കാരനാണ്. പിന്നെ മധ്യത്തിലുള്ള 8ാമത്തെ സൂചന നോക്കുമ്പോൾ മധ്യത്തിലുള്ള വീട്ടിലെ ഉടമ പാൽ കുടിക്കുന്നു. അപ്പോൾ മധ്യത്തിലെ വീട് 3ാമത്തെ വീടാണ്. 3ാമത്തെ വീട്ടിലെ ഉടമ പാൽ കുടിക്കുന്നു. അതുകൊണ്ട് ആ കള്ളിയിൽ പാൽ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. പിന്നെ 14ാമത്തെ സൂചന നോക്കുമ്പോൾ നീല വീട് നോർവേക്കാരൻ്റെ അയൽപക്കമാണ്. അതുകൊണ്ട് നോർവേ ആദ്യത്തെ വീടാണ്, അയൽപക്കം 2ാമത്തെ വീടാണ്. അതുകൊണ്ട് 2ാമത്തെ വീടിൻ്റെ നിറം നീലയാണ്. അതുകൊണ്ട് അവിടെ നീല മാത്രമേ വേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സൂചനകൾ വെച്ച് ഓരോ കള്ളിയിലും നിറച്ചിരിക്കുന്നു. അത് സൂചനകൾ വായിച്ചിട്ട് ഓരോന്നും ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്ത് പോയാൽ ലാസ്റ്റ് നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. ഇനി ഓരോ സൂചനകൾ ഒന്നുകൂടെ നോക്കാം. ചുവന്ന വീട്ടിൽ ബ്രിട്ടീഷുകാരൻ വസിക്കുന്നു. അപ്പോൾ നോക്കൂ, ചുവന്ന വീട്ടിൽ ബ്രിട്ടീഷുകാരൻ വസിക്കുന്നു. അപ്പോൾ 1ാമത്തെ വീട് ചുവപ്പാണ്. അവിടെ ബ്രിട്ടീഷുകാരൻ വസിക്കാൻ സാധ്യതയില്ല. കാരണം ഇത് നോർവേ ആയതുകൊണ്ട് തന്നെ അവിടെ ചുവപ്പിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ. 2ാമത്തെ സൂചന സ്വീഡിഷ് നായയെ വളർത്തുന്നു എന്നാണ്. അപ്പോൾ നോർവേക്കാരൻ അതുകൊണ്ട് തന്നെ നായയെ വളർത്തുന്നില്ല. അതുകൊണ്ട് നമുക്ക് നായയെ ഡിലീറ്റ് ചെയ്യാം. നോർവേക്കാരൻ നായയെ വളർത്തുന്നില്ല.
മൂന്നാമത്തെ സൂചന ഡാനിഷ് ചായ കുടിക്കുന്നു എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർവേക്കാരൻ ചായ കുടിക്കുന്നില്ല. അതുകൊണ്ട് ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡാനിഷ് ചായ കുടിക്കുന്നു, ഡാനിഷ് ആകാം ചായ കുടിക്കുന്നു. അത് പാൽ കുടിക്കുന്ന ആൾ ഡാനിഷ് അല്ല, അതുകൊണ്ട് ഇത് ഡാനിഷ് നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ. നാലാമത്തെ സൂചന പച്ച വീട് വെള്ള വീടിന് ഇടത്താണ്. അപ്പോൾ നോക്കാം, പച്ച വീട് വെള്ള വീടിന് ഇടത്താണ്. അപ്പോൾ നീല വീടിൻ്റെ ഇടത്ത് പച്ച വീട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പച്ച വീട് വെള്ള വീടിന് ഇടത്താണ്. അപ്പോൾ ഇവിടെ വെള്ളയാണെങ്കിൽ ഇവിടെ പച്ച. അപ്പോൾ ഇവിടെ വെള്ള ആവാൻ സാധ്യതയില്ല, കാരണം വെള്ള വീടിൻ്റെ ഇടത്ത് പച്ച വീട് വേണം. ഇനി നോക്കൂ, പച്ച വീട് വെള്ള വീടിന് ഇടത്താണ് പച്ച വീട് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ പച്ച ആവാൻ സാധ്യതയില്ല. അപ്പോൾ നാലാമത്തെ സൂചന പച്ച വീട് വെള്ള വീടിന് ഇടത്താണ്. ഓക്കെ. അഞ്ചാമത്തെ സൂചന പച്ച വീട്ടുകാരൻ കാപ്പി കുടിക്കുന്നു. അപ്പോൾ ഇത് വെള്ളയോ മഞ്ഞയോ ആണ്, അതുകൊണ്ട് കാപ്പി കുടിക്കുന്നില്ല. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത് നീല വീട്ടുകാരൻ കാപ്പി കുടിക്കുന്നില്ല, പച്ച വീട്ടുകാരനാണ് കാപ്പി കുടിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. പച്ച വീട്ടുകാരൻ കാപ്പി കുടിക്കുന്നു, പാൽ ഇവിടെ വന്നതുകൊണ്ട് ഇത് പച്ച വീട്ടുകാരനല്ല. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പച്ച വീട്ടുകാരൻ കാപ്പി കുടിക്കുന്നു, ഇത് പച്ച വീടല്ല, അതുകൊണ്ട് കാപ്പി കുടിക്കുന്നില്ല. അതുകൊണ്ട് ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ പച്ച നമ്മൾക്ക് കൺഫേം ആയി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ മാത്രമേ പച്ചയുള്ളൂ. അതുകൊണ്ട് നമുക്ക് മറ്റ് ഉള്ളതെല്ലാം ഈ കള്ളിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം. ചുവപ്പും ഡിലീറ്റ് ചെയ്യാം. പിന്നെ നാലാമത്തെ സൂചന അനുസരിച്ച് പച്ച വീട് വെള്ള വീടിന് ഇടത്തായതുകൊണ്ട് ഇവിടെ വെള്ള കൺഫേംഡായി. അതുകൊണ്ട് ഇത് മഞ്ഞയും ചുവപ്പും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ. അടുത്ത സൂചന പാഴ്മാൾ വലിക്കുന്നവൻ്റെ വീട്ടിലാണ് പക്ഷിയുള്ളത്. അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏഴാമത്തെ സൂചന മഞ്ഞ വീട്ടുകാരൻ ഡൺഹിൽ വലിക്കുന്നു. അപ്പോൾ മഞ്ഞ വീട് ഇവിടെയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ മഞ്ഞ വീട്ടുകാരൻ ഡൺഹിൽ വലിക്കുന്നു, മഞ്ഞ വീട്ടുകാരൻ ഡൺഹിൽ വലിക്കുന്നു. അതുകൊണ്ട് തന്നെ വെള്ള വീട്ടുകാരൻ ഡൺഹിൽ വലിക്കുന്നില്ല. അതുകൊണ്ട് ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പച്ച വീട്ടുകാരനും ഡൺഹിൽ വലിക്കുന്നില്ല, ഡിലീറ്റ് ചെയ്യാം. ചുവപ്പ് മഞ്ഞ ഡൺഹിലാവാം, നീല വീട്ടുകാരൻ ഡൺഹിൽ വലിക്കുന്നില്ല. ഓക്കെ. ഇവിടെ വെള്ള കൺഫേം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വെള്ളം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞ മഞ്ഞ വീട്ടുകാരൻ ഡൺഹിൽ വലിക്കുന്നു. അതുകൊണ്ട് ഈ ഡൺഹിൽ കൺഫേമായി. ഈ ഡൺഹിലും ഡിലീറ്റ് ചെയ്യാം. ഈ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഡൺഹിൽ കൺഫേം ആയി. മഞ്ഞ വീട്ടുകാരൻ ഡൺഹിൽ വലിക്കുന്നു. എട്ടാമത്തെ സൂചന മധ്യത്തിലുള്ള വീട്ടിലെ ഉടമ പാൽ കുടിക്കുന്നു. നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞതാണ്. ഇവിടെ മഞ്ഞ കൺഫേം ആയതുകൊണ്ട് ഇവിടെ മഞ്ഞ ആവശ്യമില്ല. അപ്പോൾ ചുവപ്പ്. അപ്പോൾ നോക്കൂ, നിറങ്ങൾ 5 കൺഫേമായി. ഒന്നാമത്തെ സൂചന ചുവന്ന വീട്ടിൽ ബ്രിട്ടീഷുകാരൻ വസിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചുവപ്പ് ഇവിടെ കൺഫേമായി, ബ്രിട്ടീഷുകാരനാണ് ഇവിടെ വസിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം.
ഈ ബ്രിട്ടൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ ബ്രിട്ടൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ മാത്രമാണ് ബ്രിട്ടൻ വന്നിരിക്കുന്നത്. അടുത്ത സൂചന, 10ാമത്തെ സൂചന നോക്കാം. ബ്ലൻസ് വലിക്കുന്നവൻ മത്സ്യം വളർത്തുന്നവൻ്റെ വലതുഭാഗത്തുള്ള വീട്ടിലാണ് താമസം. ബ്ലൻസ് വലിക്കുന്നവൻ മത്സ്യം വളർത്തുന്നവൻ്റെ വലതുഭാഗത്തെ വീട്ടിലാണ് താമസം. അപ്പോൾ ഇവിടെ മത്സ്യം വളർത്തുന്നുണ്ടെങ്കിൽ ഇവിടെ ആവാം, ഇവിടെ ആവാം, ഇവിടെ ആവാം, ഇവിടെ ആവാം. പക്ഷേ ഇവിടെ അതുകൊണ്ട് മത്സ്യം ആവാൻ സാധ്യതയില്ല. അതുകൊണ്ട് മത്സ്യത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. 11ാമത്തെ സൂചന, കുതിരകളെ വളർത്തുന്നവൻ ഡൺഹിൽ വലിക്കുന്നവൻ്റെ വലതുഭാഗത്തുള്ള വീട്ടിലാണ് താമസം. കുതിരകളെ വളർത്തുന്നവൻ ഡൺഹിൽ വലിക്കുന്നവൻ്റെ വലതുഭാഗത്തെ വീട്ടിലാണ് താമസം. അപ്പോൾ ഇവിടെ ഡൺഹിൽ കൺഫേം ആയതാണ്. അതുകൊണ്ട് ഇതാണ് കുതിര. അതുകൊണ്ട് ഇവിടെ മറ്റുള്ളതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കുതിരകളെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ കുതിരയും ഡിലീറ്റ് ചെയ്യാം, ഈ കുതിരയെയും ഡിലീറ്റ് ചെയ്യാം, ഇതും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. 12ാമത്തെ സൂചന, ബ്ലൂ മാസ്റ്റർ വലിക്കുന്നവൻ ബിയർ കുടിക്കുന്നു. അപ്പോൾ ബ്ലൂ മാസ്റ്റർ വലിക്കുന്നവൻ ബിയർ കുടിക്കുന്നു, ബ്ലൂ മാസ്റ്റർ വലിക്കുന്നവൻ ബിയർ കുടിക്കുന്നു എന്നാണ്. പാൽ കുടിക്കുന്നവൻ അതുകൊണ്ട് ബ്ലൂ മാസ്റ്റർ വലിക്കുന്നില്ല. ഡൺഹിൽ വലിക്കുന്നവൻ ബിയർ കുടിക്കുന്നില്ല. കണ്ടത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. ബ്ലൂ മാസ്റ്റർ വലിക്കുന്നവൻ ബിയർ കുടിക്കുന്നു, ഇവിടെയും സാധ്യതയുണ്ട്. അടുത്ത സൂചന, ജർമ്മൻ പ്രിൻസ് വലിക്കുന്നു. ജർമ്മൻ പ്രിൻസ് വലിക്കുന്നു. അതിൻ്റെ മുമ്പ് നമുക്ക് വെള്ളത്തിൻ്റെ കാര്യം ഇവിടെ കൺഫേം ആയതുകൊണ്ട് ഈ വെള്ളങ്ങൾ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നേരത്തെ ഒരു സൂചനയിൽ പച്ച വീട്ടുകാരൻ കാപ്പി കുടിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് പച്ച കൺഫേമായി. അതുകൊണ്ട് ഇവിടെ കാപ്പി നമുക്ക് കൺഫേമായി കഴിഞ്ഞു. പിന്നെ 3ാമത്തെ സൂചനയിൽ ഡാനിഷ് ചായ കുടിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാപ്പി കുടിക്കുന്നവൻ ഡാനിഷ് അല്ല എന്ന് അറിയാം. നോക്കൂ, ജർമ്മൻ പ്രിൻസ് വലിക്കുന്നു. അപ്പോൾ ജർമ്മൻ, ഇത് ബ്രിട്ടനാണ്, അതുകൊണ്ട് പ്രിൻസ് വലിക്കുന്നില്ല. ജർമ്മനാണ് പ്രിൻസ് വലിക്കുന്നത്. നോർവേക്കാരൻ പ്രിൻസ് വലിക്കുന്നില്ല, നമ്മൾ എഴുതിയതാണ്. ജർമ്മൻ പ്രിൻസ് വലിക്കുന്നു, ജർമ്മൻ പ്രിൻസ് വലിക്കുന്നു. പതിനാലാമത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്. നീല വീട് നോർവേക്കാരൻ്റെ അയൽപക്കമാണ്. 15ാമത്തെ സൂചന, ബ്ലൻസ് വലിക്കുന്നവന് വെള്ളം കുടിക്കുന്നൊരു അയൽവാസിയുണ്ട്. അപ്പോൾ വെള്ളം ഇവിടെ കൺഫേം ആയതാണ്. ഇവൻ്റെ അയൽവാസി ഇവിടെ ആവാൻ മാത്രമേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഈ പൗരനാണ് ബ്ലൻസ് വലിക്കുന്നത്. അതുകൊണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ബ്ലൻസ് വലിക്കുന്നവന് വെള്ളം കുടിക്കുന്നൊരു അയൽവാസിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്ലൻസൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇതും ഡിലീറ്റ് ചെയ്യാം, ഇതും ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ പാഴ്മാൾ മാത്രം ബാക്കിയായി. അതുകൊണ്ട് ഈ പാഴ്മാൾ നമുക്ക് ഒഴിവാക്കാം, ഈ പാഴ്മാളും ഒഴിവാക്കാം.
ആറാമത്തെ സൂചന അനുസരിച്ച് പാൾമാൾ വലിക്കുന്നവൻ്റെ വീട്ടിലാണ് പക്ഷി. അതുകൊണ്ട് ഇവിടെ പക്ഷി കൺഫേമായി. അതുകൊണ്ട് നമുക്ക് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യാം. പാൾമാൾ വലിക്കുന്നവൻ്റെ വീട്ടിലാണ് പക്ഷി. ഈ പക്ഷിയെ ഡിലീറ്റ് ചെയ്യാം, ഇത് ഡിലീറ്റ് ചെയ്യാം, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് 10ാമത്തെ സൂചന ഒന്നുകൂടെ നോക്കാം. ബ്ലൻസ് വലിക്കുന്നവൻ മത്സ്യം വളർത്തുന്നവൻ്റെ വലതുഭാഗത്തുള്ള വീട്ടിലാണ് താമസം. ബ്ലൻസ് ഇവിടെ കൺഫേമായി. അതുകൊണ്ട് മത്സ്യം വളർത്തുന്നവൻ ഈ വീട്ടുകാരൻ ആയിരിക്കും. അതുകൊണ്ട് പൂച്ചയെ നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാം. മത്സ്യം അവിടെ കൺഫേം ആയതുകൊണ്ട് ഈ മത്സ്യം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി ഒന്നുകൂടെ നോക്കാം. ചുവന്ന വീട്ടിൽ ബ്രിട്ടീഷുകാരൻ താമസിക്കുന്നു. സ്വീഡിഷ് നായയെ വളർത്തുന്നു. നായ ഇവിടെ ഇപ്പോൾ 2 എണ്ണത്തിലാണുള്ളത്. സ്വീഡൻ, ഇവിടെ സ്വീഡൻ ഉണ്ട്. ഡാനിഷ് ചായ കുടിക്കുന്നു. അപ്പോൾ ചായ ഇവിടെ ഡാനിഷ് ചായ കുടിക്കുന്നു. ഡാനിഷ് ചായ കുടിക്കുന്നു. പച്ച വീട് വെള്ള വീടിന് ഇടത്താണ്. പച്ച വീട്ടുകാരൻ കാപ്പി കുടിക്കുന്നു. മഞ്ഞ വീട്ടുകാരൻ ഡൺഹിൽ വലിക്കുന്നു. മധ്യത്തിലുള്ള വീട്ടിലെ ഉടമ പാൽ കുടിക്കുന്നു. നോർവേക്കാരൻ ആദ്യത്തെ വീട്ടിലാണ് താമസം. 11ാമത്തെ സൂചന കുതിരകളെ വളർത്തുന്നവൻ ഡൺഹിൽ വലിക്കുന്നവൻ്റെ വലതുഭാഗത്തുള്ള വീട്ടിലാണ് താമസം. 12ാമത്തെ സൂചന ബ്ലൂ മാസ്റ്റർ വലിക്കുന്നവൻ ബിയർ കുടിക്കുന്നു എന്നാണ്. അതുകൊണ്ട് കാപ്പി കുടിക്കുന്നവൻ ബ്ലൂ മാസ്റ്റർ അല്ല വലിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രിൻസ് ഇവിടെ കൺഫേം ആയിരിക്കുന്നു. പ്രിൻസ് വലിക്കുന്നവൻ ജർമ്മനാണ്. ജർമ്മൻ പ്രിൻസ് വലിക്കുന്നു. അതുകൊണ്ട് ഈ സ്വീഡൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ പ്രിൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. 12ാമത്തെ സൂചന ബ്ലൂ മാസ്റ്റർ വലിക്കുന്നവൻ ബിയർ കുടിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഈ ചായ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ബിയർ കൺഫേം ആയതുകൊണ്ട് ഈ ബിയർ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ചായ കൺഫേം ആയതുകൊണ്ട് ഡാനിഷാണ് ചായ കുടിക്കുന്നത്. അതുകൊണ്ട് സ്വീഡനും ജർമ്മനിയും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഡാനിഷ് ചായ കുടിക്കുന്നു. ജർമ്മൻ ഇവിടെ കൺഫേം ആയതുകൊണ്ട് ഈ ജർമ്മനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡാനിഷ് അവിടെ കൺഫേം ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സ്വീഡിഷ് നായയെ വളർത്തുന്നു. അപ്പോൾ ഈ സ്വീഡനാണ് നായയെ വളർത്തുന്നത്. അതുകൊണ്ട് ഈ പൂച്ചയെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ഈ നായയെ ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, ഓരോന്നിലും ഓരോന്ന് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ഒന്നുകൂടെ സൂചനകൾ നോക്കാം. ചുവന്ന വീട്ടിൽ ബ്രിട്ടീഷുകാരൻ വസിക്കുന്നു. അതാണ് 1ാമത്തെ സൂചന വന്നിരിക്കുന്നത്. ഇവിടെ ബ്രിട്ടൻ. രണ്ടാമത്തെ സൂചന സ്വീഡിഷ് നായയെ വളർത്തുന്നു. ഡാനിഷ് ചായ കുടിക്കുന്നു. പച്ച വീട് വെള്ള വീടിനിടത്താണ്. പച്ച വീട്ടുകാരൻ കാപ്പി കുടിക്കുന്നു. പാൾമാൾ വലിക്കുന്നവൻ്റെ വീട്ടിലാണ് പക്ഷി. മഞ്ഞ വീട്ടുകാരൻ ഡൺഹിൽ വലിക്കുന്നു. മധ്യത്തിലുള്ള വീട്ടിലെ ഉടമ പാൽ കുടിക്കുന്നു. നോർവേക്കാരൻ ആദ്യത്തെ വീട്ടിലാണ് താമസം. ബ്ലൻസ് വലിക്കുന്നവൻ മത്സ്യം വളർത്തുന്നവൻ്റെ വലതുഭാഗത്തെ വീട്ടിലാണ് താമസം. കുതിരകളെ വളർത്തുന്നവൻ മത്സ്യം വളർത്തുന്നവൻ്റെ വലതുഭാഗത്തുള്ള വീട്ടിലാണ് താമസം. കുതിരകളെ വളർത്തുന്നവൻ ഡൺഹിൽ വലിക്കുന്നവൻ്റെ വലതുഭാഗത്തുള്ള വീട്ടിലാണ് താമസം. ബ്ലൂ മാസ്റ്റർ വലിക്കുന്നവൻ ബിയർ കുടിക്കുന്നു. ജർമ്മൻ പ്രിൻസ് വലിക്കുന്നു. നീല വീട് നോർവേക്കാരൻ്റെ അയൽപക്കമാണ്. ബ്ലൻസ് വലിക്കുന്നവന് വെള്ളം കുടിക്കുന്നൊരു അയൽവാസിയുണ്ട്. എന്നാൽ പൂച്ച ആരുടെ കൂടെയാണ് എന്നുള്ളതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. പൂച്ച ജർമ്മൻകാരൻ്റെ കൂടെയാണ്. ഐൻസ്റ്റീൻ ജർമ്മൻകാരനാണ്. ഐൻസ്റ്റീൻ്റെ കൂടെയാണ് പൂച്ച ഉള്ളത് എന്ന് അങ്ങനെ നമുക്ക് സമർത്ഥിക്കാൻ കഴിയും.
ഓക്കെ, താങ്ക് യു.